കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണം. മുൻ പഞ്ചായത്ത് മെമ്പർക്ക് പരിക്കേറ്റു. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോഴാണ് കാട്ടാന പാഞ്ഞെടുത്തത്. കവത്തോടെ വെച്ച് ഒരു വളവ് കഴിഞ്ഞിട്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾ ആനെ കണ്ടത്. ആനെ കണ്ടപ്പോൾ ഞങ്ങൾ ഓടുകയായിരുന്നു. കോവി എന്ന് പറയുന്ന അളിഞ്ചരക്കിനെ ആന തട്ടിയിടുകയായിരുന്നു. പിന്നെ പുള്ളി വിളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ചെന്നു. ലാൽ കൃഷ്ണ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലാൽ, ഈ പരിക്കേറ്റ മുൻ പഞ്ചായത്ത് മെമ്പർ, ഇയാൾക്ക് കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നാണ് കരുതുന്നത്. എപ്പോഴായിരുന്നു സംഭവം? അമൃത, അങ്ങനെയല്ല. കാര്യമായ പരിക്ക് അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നടുവിനാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യ വിദഗ്ധർ അറിയിക്കുന്നത്. രാവിലെ ഇവര് വനവിഭവം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് കാട്ടിലേക്ക് പോയത്. അതായത് പെരിയാറിന് കുറുകെ കടന്ന് തലവച്ചപ്പാറ ഉന്നതിക്ക് അടുത്തുള്ള കവത്തോട് എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ഇവർ വനവിഭവം ശേഖരിക്കാൻ വേണ്ടി പോയത്. അവിടെ പോകുന്ന വഴിക്കാണ് കാട്ടാന ഇവർക്ക് നേരെ പാഞ്ഞെടുത്തത്. കാട്ടാനെ കണ്ട വഴി ഒരു കൂട്ടം 7 പേരടങ്ങുന്ന ഒരു കൂട്ടമായിരുന്നു. ഇവർ തിരിഞ്ഞോടി. ഓടുന്ന സമയത്ത് ഗോപി നേരത്തെ കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയായിരുന്നു. ഗോപി അവിടെ വീഴുകയും ഗോപിയെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടിയെത്തി, കൂടെ ഉണ്ടായിരുന്നവർ ഓടിയെത്തി അവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇത് വാഹനം കടന്നു പോകില്ലാത്തൊരിടമാണ്. ബ്ലാവന കടത്ത് വേണം കടക്കാൻ. അവിടെ പെരിയാറിന് കുറുകെ പാലമില്ല. അങ്ങനെ കടത്ത് കടന്ന് ഇവർ തിരിച്ച് കുട്ടമ്പുഴയിലേക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം 12 മണി കടന്നിരുന്നു. ഉച്ചയ്ക്ക് 12 മണി കടന്നിരുന്നു. അവിടെ നിന്ന് കോതമംഗലത്തുള്ള ധർമ്മഗിരി ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ആംബുലൻസ് എത്തിയെങ്കിലും ആംബുലൻസിൽ കിടക്കാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റിരുന്നു. ധർമ്മഗിരി ആശുപത്രിയിൽ എത്തിച്ച ശേഷവും അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് നിലവിൽ അദ്ദേഹത്തെ ആലുവയിലുള്ള രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പരിക്ക് സാരമുള്ളതാണ് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആന ഓടിക്കുന്നതിനിടയിൽ, പരിഭ്രാന്തിക്കിടയിൽ വീണ് പോകുന്നതിനിടയിലാണ് ആന തുമ്പിക്കൈ കൊണ്ട് ഇദ്ദേഹത്തെ അടിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.